Hey guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ ഇന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന രണ്ട് ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ തമ്മിലാണ്. ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ ഓപ്പോയുടെ K13 5G. അതിനൊപ്പത്തോടൊപ്പം നിൽക്കുന്നത് iQ Z10X. ഓപ്പോ രണ്ട് വേരിയൻസ് വരുന്നുണ്ട്, 8GB RAM and 120GB സ്റ്റോറേജ്, 8GB RAM and 256GB. iQ Z10 മൂന്ന് വേരിയൻസ് വരുന്നുണ്ട്, ബേസ് വേരിയന്റ് 6GB RAM 128, പിന്നീട് 8GB RAM 128ഉം 8GB RAM 256ഉം. എന്നാലും രണ്ട് സ്മാർട്ട് ഫോൺസും LPDDR4X RAM ആണ് ആൻഡ് UFS 3.1 സ്റ്റോറേജിലാണ് വരുന്നത്. പെർഫോമൻസ് വൈസ് ഓപ്പോ K13 അകത്ത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്സെറ്റ് ആണ് വരുന്നത്. TSMC ആണ് ഈ ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് iQ Z10X ൽ നിങ്ങൾക്ക് MediaTek Dimensity 7300. ഇതും ഒരു 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. AnTuTu സ്കോർസ് റൺ ചെയ്തപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഓപ്പോ K13 ൽ നിങ്ങൾക്ക് ഏകദേശം 7.2 ലക്ഷത്തിന് മുകളിൽ സ്കോർ വരുന്നുണ്ട്. iQൽ നിങ്ങൾക്ക് ഏകദേശം 6.7 ലക്ഷത്തിന്റെ സ്കോറാണ് വരുന്നത്. അത്യാവശ്യം രണ്ട് സ്മാർട്ട് ഫോൺസിലും ഗെയിമിംഗ് ചെയ്തു നോക്കി, രണ്ടെണ്ണത്തിലും ഹീറ്റിംഗ് അനുഭവപ്പെട്ടില്ല. Z10X ൽ നിങ്ങൾക്ക് ഒരു ലാർജ് വേപ്പർ ചേംബർ കൂളിംഗ് കിട്ടുന്നുണ്ട്, ബട്ട് എത്ര മില്ലിമീറ്റർ സ്ക്വയർ ആണ് എന്നൊന്നും പറയുന്നില്ല. മറുഭാഗത്ത് നിങ്ങൾക്ക് ഓപ്പോയിൽ 5700 മില്ലിമീറ്റർ സ്ക്വയറിന്റെ വേപ്പർ ചേംബർ കൂളിംഗും ഏകദേശം 6000 മില്ലിമീറ്റർ സ്ക്വയറിന് ഒരു ഗ്രാഫൈറ്റ് ഷീറ്റും കൂടി വെച്ചിട്ടുണ്ട്. സോ ഓവറോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ കൂളിംഗ് സിസ്റ്റവും നിങ്ങൾക്ക് ഓപ്പോയിലാണ് വരുന്നത്. അത് കാരണമാണ് AnTuTu സ്കോർ ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ചുകൂടി ബെറ്റർ സ്കോർസ് കിട്ടിയതും. ഡിസൈൻ വൈസ് ഇത് രണ്ടും കാണാൻ സിമിലർ ആണ്. രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ലൈറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്ന പാറ്റേൺ കാണാം. ഇതിലും നിങ്ങൾക്ക് ഒരു യൂണീക്ക് ആയിട്ടുള്ള പാറ്റേൺ കാണാം. കൈ പിടിക്കുന്ന സമയത്ത് രണ്ടും കംഫർട്ടബിൾ ആണ്, റൗണ്ടഡ് ആണ് ഓൾ സൈഡ്സും. സോ ഒരു എർഗണോമിക്കൽ ഫീൽ. ബാക്ക് സൈഡിൽ രണ്ടിലും രണ്ട് ക്യാമറാസ് വെച്ച് കാണാം. രണ്ടിലും 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിന്റെ സെക്കൻഡറി ക്യാമറയാണ് വരുന്നത്. iQവിൽ നിങ്ങൾക്ക് ക്യാമറയുടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതേസമയം ഓപ്പോയിൽ നിങ്ങൾക്ക് മുകളിലായിട്ടാണ് IR ബ്ലാസ്റ്റർ വരുന്നത്. ആൻഡ് ക്യാമറയുടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു മൈക്രോഫോണും കൂടി ഓപ്പോയിൽ കിട്ടുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോൺസിലും ഫ്ലാഷ് അവൈലബിൾ ആണ്, ബട്ട് iQ Z10X ൽ നിങ്ങൾക്ക് ഫ്ലാഷ് കൂടാതെ ഒരു ഡൈനാമിക് ലൈറ്റും കൂടിയുണ്ട്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് കളർഫുൾ ആയിട്ട് കത്തും. അത് നിങ്ങൾക്ക് കസ്റ്റമൈസും ചെയ്യാം. ഫിസിക്കൽ അപ്പിയറൻസ് വൈസ് രണ്ട് സ്മാർട്ട് ഫോണും സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഓപ്പോ ഏകദേശം 208 ഗ്രാം വരുന്നുണ്ട്, iQ ഏകദേശം 204 ഗ്രാം വരുന്നുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് USB Type-C പോർട്ടും മൈക്രോഫോൺസും സ്പീക്കറും ഉണ്ട്. മുകളിലായിട്ട് iQവിൽ ഒന്നും തന്നെ ഇല്ല. ഓപ്പോയിൽ നിങ്ങൾക്ക് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണുന്നുണ്ട്. സോ മൊത്തത്തിൽ ഓപ്പോയിൽ താഴെ ഒരു മൈക്കും മുകളിൽ ഒരു മൈക്കും ക്യാമറയുടെ സൈഡിലായിട്ട് ഒരു മൈക്ക്, അങ്ങനെ 3 മൈക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോൺസിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. iQവിലെ ഇയർ പീസ് തന്നെയാണ് സ്റ്റീരിയോ സ്പീക്കർ. ഓപ്പോയിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഡെഡിക്കേറ്റഡ് ഹോൾ കൊടുത്തിട്ടുണ്ട് സ്റ്റീരിയോ സ്പീക്കറിന്. രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് കേട്ട് നോക്കാം. iQവിൽ 400% വോളിയം മോഡ്, ഓപ്പോയിൽ 300% വോളിയം മോഡ്. ബട്ട് രണ്ടും കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ശരിയാണ്, രണ്ടിൻ്റെ ലൗഡ്നെസ് നല്ലതാണ്, ബട്ട് ഓപ്പോയിൽ കുറച്ചുകൂടി നല്ല ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. iQവിൽ കുറച്ചുകൂടി ട്രെബിൾ ആണ് കൂടി കിടക്കുന്നത്. സോ വോക്കൽസ് ഒക്കെ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ഫീലാണ്. ഓവറോൾ സ്പീക്കർ എക്സ്പീരിയൻസ് വൈസ് ഓപ്പോ ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. രണ്ടും 5G സ്മാർട്ട് ഫോൺസ് ആണ്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട്സ് ആണ് വരുന്നത്. മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റില്ല. പെർഫോമൻസ് വൈസ് രണ്ട് സ്മാർട്ട് ഫോണും ഈക്വലി പെർഫോമിംഗ് ആണ്. ചെറിയ രീതിക്ക് ഒരു അഡ്വാൻറ്റേജ് ഓപ്പോയിൽ കിട്ടുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ ശരിക്കും ഈ സ്മാർട്ട് ഫോൺസിനെ രണ്ടിനെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഈ രണ്ടെണ്ണത്തിന്റെയും ഡിസ്പ്ലേ. ഓപ്പോയിൽ നിങ്ങൾക്ക് ഒരു 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. മറുഭാഗത്ത് iQ Z10X ൽ നിങ്ങൾക്ക് 6.72 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ ഒരു LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് LCD ഡിസ്പ്ലേനേക്കാളും എത്രയോ ബെറ്റർ ആണ് AMOLED ഡിസ്പ്ലേ. കാരണം കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ബ്ലാക്സ് കിട്ടും, പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് കിട്ടും. ഈവൻ ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുന്ന സമയത്ത് പോലും ഓപ്പോയിൽ നിങ്ങൾക്ക് 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. iQവിൽ നിങ്ങൾക്ക് 1050 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സോ ബ്രൈറ്റ്നസ് വൈസും കുറച്ചുകൂടി ബെറ്റർ ഡിസ്പ്ലേ ഇതാണ്. ബട്ട് രണ്ട് ഡിസ്പ്ലേയിലും HDR-ന്റെ സപ്പോർട്ട് ഇല്ല. ആൻഡ് ഈവൻ ബെസൽസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്കർ ആയിട്ടുള്ള ബെസൽ iQ Z10X ലാണ്. ഈവൻ താഴെ കാണുന്ന ചിഹ്നാണെങ്കിലും iQവിൽ കുറച്ചുകൂടി തിക്കറാണ്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസും ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ സ്ലിം ആയിട്ടുള്ള ഫോണുകളിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി ആണ്. ഓപ്പോ K13 ൽ നിങ്ങൾക്ക് 7000 mAh ബാറ്ററി വരുന്നുണ്ട്. iQ Z10X ൽ നിങ്ങൾക്ക് 6500 mAh ബാറ്ററി വരുന്നുണ്ട്. സോ ബാറ്ററി വൈസ് ഭയങ്കര നല്ല ബാറ്ററി ബാക്കപ്സ് തരുന്ന സ്മാർട്ട് ഫോൺസ് ആണ് ഇത് രണ്ടും. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ടെക്നോളജി വ്യത്യാസമുണ്ട്. ഓപ്പോയിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫൈറ്റ് ബാറ്ററിയാണ് കിട്ടുന്നത്, iQവിൽ നിങ്ങൾക്ക് ഒരു സിലിക്കൺ ബാറ്ററിയാണ് കിട്ടുന്നത്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസും നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ വെയിറ്റ് ഡിഫറൻസ് ആകെ 4 ഗ്രാം മാത്രമേ ഉള്ളൂ. രണ്ടും വളരെ സ്ലിം ആയിട്ടുള്ള ഫോൺസ് ആണ്. സിലിക്കൺ കാർബൺ ബാറ്ററീസിനെ അപേക്ഷിച്ച് ഓപ്പോ K13ന്റെ ഗ്രാഫൈറ്റ് ബാറ്ററി ടെക്നോളജി കുറച്ചുകൂടി ലോങ്ങർ
ലൈഫ് സൈക്കിളായിരിക്കും. അതായത് അധികകാലം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും ആ ഒരു സസ്റ്റൈൻഡ് പെർഫോമൻസ് ലഭിക്കും. സിലിക്കൺ ആനോഡ് ബാറ്ററീസ് എത്ര കാലത്തേക്ക് ഇതേ ഒരു പെർഫോമൻസ് തരും എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമാണ്. ഇതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ബാറ്ററി ലോങ് ടൈമിൽ തരുന്നത് ഓപ്പോ K13 ഈ ഒരു ഓപ്പോ K13 നിങ്ങൾക്ക് 80 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ്ങും കിട്ടുന്നുണ്ട്, സ്ലിമ്മുമാണ്. മറുഭാഗത്ത് IQ Z10Xൽ നിങ്ങൾക്ക് 6500 mAh സിലിക്കൺ ബാറ്ററിയാണ് കിട്ടുന്നത്. ഇതും സ്ലിം ആണെങ്കിലും 44 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ബാറ്ററി കപ്പാസിറ്റി വൈസും ഫാസ്റ്റ് ചാർജിംഗ് വൈസും മുന്നിൽ ഓപ്പോ തന്നെയാണ്. ഓപ്പോയുടെ ബോക്സിനകത്ത് നിങ്ങൾക്ക് കളർ മാച്ച് ആവുന്ന ഒരു കേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ടച്ച് ചെയ്യുമ്പോൾ ഒരു സിലിക്കൺ കേസ് എന്നൊരു ഫീലും വരുന്നുണ്ട്. ഐക്യൂടെ ബോക്സിനകത്തും കേസ് ഉണ്ട്, ബട്ട് അത് നോർമലി നമുക്ക് കിട്ടുന്ന ട്രാൻസ്പെറന്റ് TPU കേസാണ്. ഇനി ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് AMOLED ഡിസ്പ്ലേ ആണ്. ഇത് LCD ഡിസ്പ്ലേ ആണ്. ഡാർക്ക് ആയിട്ടുള്ള പിക്സൽസ് ഓഫ് ആയിരിക്കും. ഇതിനെ പോലെ ബാക്ക് ലൈറ്റ് ഫുൾ ടൈം കത്തി നിൽക്കില്ല. സോ 7000 mAh ബാറ്ററി ആണെങ്കിലും നല്ല ബാറ്ററി ബാക്കപ്പ് ഓപ്പോയ്ക്ക് കിട്ടുന്നുണ്ട്. രണ്ടും 50 മെഗാ പിക്സലിന്റെ ക്യാമറാസ് ആണെങ്കിലും രണ്ടിന്റെ ഫോട്ടോ ഔട്ട്പുട്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓപ്പോയുടെ ഫോട്ടോസ് കുറച്ചുകൂടി പഞ്ചിയാണ്, ബ്രൈറ്റ് ആണ്. ഐക്യൂടെ ഫോട്ടോസ് കുറച്ചുകൂടി ന്യൂട്രൽ ആണ്, പല സമയത്തും കുറച്ച് ഫെയ്ഡഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഈവൻ ഷാഡോസിന്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ഓപ്പോയിൽ കാണുന്നുണ്ട്. ഐക്യൂനെ കമ്പയർ ചെയ്യുമ്പോൾ ഐക്യൂവിൽ ഷാഡോസ് കുറച്ചുകൂടി ക്രഷ് ചെയ്യുന്നുണ്ട്. ഇനി HDR-ന്റെ കാര്യം, അതായത് പുറകിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് വരുന്ന സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഓപ്പോയുടെ ഫോട്ടോസിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ആള് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഐക്യൂവിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. ഇനി പോർട്രേറ്റ്സിന്റെ കാര്യത്തിൽ ഐക്യൂവിൽ 1x-ലാണ് പോർട്രേറ്റ് എടുക്കാൻ പറ്റുന്നത്. 1x ഓപ്പോനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഐക്യൂവിൽ സൂംഡ് ആയിട്ടാണ് തോന്നുന്നത്. രണ്ട് ഫോട്ടോസും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓപ്പോയിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് 2x-ലും എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ രണ്ട് ഫോണുകളിലെയും പോർട്രേറ്റ് ഫോട്ടോസിൽ എഡ്ജ് ഡിറ്റക്ഷൻ നല്ലതാണ്. രണ്ട് സ്മാർട്ട് ഫോൺസിലും 4K 30 FPS വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാമ്പിൾ കാണാം. എഗെയിൻ വീഡിയോ ഡിപ്പാർട്ട്മെന്റിലും ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ട് ആയിട്ട് എനിക്ക് തോന്നിയത് ഓപ്പോയിൽ തന്നെയാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും 60 FPS വീഡിയോ എടുക്കാൻ പറ്റും. ബട്ട് ഐക്യൂവിൽ നിങ്ങൾക്ക് 1080pയിൽ 60 FPS കിട്ടുന്നില്ല, 30 FPS ഉള്ളൂ. 720pയിൽ മാത്രമാണ് 60 FPS. ഓപ്പോയിൽ നിങ്ങൾക്ക് 1080pയിൽ 60 FPS എടുക്കാൻ പറ്റും. രണ്ട് വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. രണ്ടെണ്ണത്തിലും കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഓപ്പോയിൽ തന്നെയാണ്. ഐക്യൂവിൽ നമുക്ക് 60 frames per second 720pയിൽ മാത്രമേ കിട്ടുള്ളൂ. ഓപ്പോ K13 നമുക്ക് 60 frames per second 1080pയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഫോക്കസിൻ്റെ കാര്യം നോക്കാം. സോ ബാക്ക് ക്യാമറ വൈസ് ഡെഫിനറ്റ്ലി ഒപ്പോ തന്നെയാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. ഈവൻ ഫ്രണ്ടിലാണെങ്കിലും ഐക്യൂവിൽ നിങ്ങൾക്ക് 8 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്, ഒപ്പോയിൽ നിങ്ങൾക്ക് 16 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. സെൽഫി സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെൽഫിയിലും അത് ഈ ഒരു HDR ബെറ്റർ ആയിട്ട് തോന്നിയത് ഓപ്പോയിലാണ്. ഇനി ഫ്രണ്ടിൽ സെൽഫി വീഡിയോസ് എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതലാണെങ്കിൽ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നതും കുറച്ചുകൂടി ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതും എനിക്ക് ഓപ്പോയിലാണ് തോന്നിയത്. സോ ഓവറോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് വിസിബിളി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഓപ്പോയിൽ തന്നെയാണ്. ഇനി രണ്ട് സ്മാർട്ട് ഫോൺസിലും AI പരിപാടികളൊക്കെ ഉണ്ട്. ഓപ്പോയിൽ നിങ്ങൾക്ക് AI ക്ലാരിറ്റി എൻഹാൻസ്, ഐക്യൂവിൽ നിങ്ങൾക്ക് അത് AI ഫോട്ടോ എൻഹാൻസ്. ഓപ്പോയിലും AI ഇറേസർ ഉണ്ട്, ഐക്യൂവിലും AI ഇറേസർ ഉണ്ട്. രണ്ടും ജനറേറ്റീവ് ഫില്ല് വെച്ചിട്ട് ഇറേസ് ചെയ്യുന്നതാണ്. ഓപ്പോയിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ കണ്ടത് ഇതിനകത്ത് അൺബ്ലറിന്റെ ഫീച്ചറും റിഫ്ലക്ഷൻ റേസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറും ഉണ്ട്. എന്നാൽ നോട്ട്സ് ആപ്പിനകത്ത് നിങ്ങൾക്ക് ഐക്യൂ ഫോണിൽ ഒരു AI പരിപാടിയും കാണുന്നില്ല. ബട്ട് ഓപ്പോ ഫോണിനകത്ത് നിങ്ങൾക്ക് റൈറ്റിംഗ് അസിസ്റ്റന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ബ്രൗസർ എടുക്കുന്ന സമയത്ത് AI യൂസ് ചെയ്ത് സമ്മറൈസ് ചെയ്യാം, AI വെച്ചിട്ട് സ്ക്രീൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കോളിന് ശേഷം കോളിന്റെ സമ്മറിയും നിങ്ങൾക്ക് ഓപ്പോയിൽ പറ്റും. സോ ഇൻബിൽഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഉള്ളത് ഓപ്പോയിലാണ്. രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത് സർക്കിൾ ടു സെർച്ച് ഉണ്ട് രണ്ടെണ്ണത്തിലും, അതേപോലെ ഗൂഗിൾ ജെമിനിയും രണ്ടെണ്ണത്തിലും കിട്ടുന്നുണ്ട്. ഇനി ഇത് രണ്ടും റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ യെസ് ഓപ്പോയിൽ നിങ്ങൾക്ക് ColorOS 15 ആണ് വരുന്നത്, ഐക്യൂവിൽ നിങ്ങൾക്ക് FunTouchOS 15 ആണ് വരുന്നത്. രണ്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള UI തന്നെയാണ്. UI വൈസ് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്നാലും രണ്ടും Android 15 ആണ് വരുന്നത്. രണ്ടിനും നിങ്ങൾക്ക് 2 ഇയേഴ്സിന്റെ OS അപ്ഡേറ്റ്സും 3 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോൺസിലും NFC-യുടെ സപ്പോർട്ട് ഇല്ല. ബട്ട് റേഞ്ച് റിസപ്ഷൻ വൈസ് ഓപ്പോയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ആന്റണ കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക്കലി ലാൻഡ്സ്കേപ്പ് മോഡിൽ നിങ്ങൾ കളിക്കുമ്പോഴും ആ ഒരു ആന്റണ കവേർഡ് ഇല്ലാത്തതുകൊണ്ട് കവറേജ് കിട്ടുന്ന ഒരു കാര്യം. ഈ പ്രൈസിംഗ് വൈസ് ഓപ്പോ 16,999 ആണ് 8GB RAM 120GB വേരിയന്റിന്. ഐക്യൂ നിങ്ങൾക്ക് 14,999 rupees-ആണ് കിട്ടുന്നത് 8GB RAM 128. സോ 2,000 rupees-ന്റെ ഒരു പ്രൈസ് കുറവ് ഐക്യൂ Z10Xൽ ഉണ്ട്. ആ ഒരു 2000 രൂപ കൂടുതൽ മുടക്കി നിങ്ങൾ ഓപ്പോ എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ
രണ്ട് സ്മാർട്ട് ഫോൺസിലും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓപ്പോയിൽ ഒരു AMOLED ഡിസ്പ്ലേയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഉണ്ട്. IQൽ നിങ്ങൾക്ക് ഒരു LCD ഡിസ്പ്ലേ ആണുള്ളത്, സോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. പെർഫോമൻസ് വൈസ് സ്നാപ്ഡ്രാഗൺ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ക്യാമറ വൈസ് നിങ്ങൾ കമ്പയർ ചെയ്ത് ഫോട്ടോസ് കണ്ടതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് ക്യാമറ തോന്നിയത് ഓപ്പോടെയാണ്. ഈ ബാറ്ററി കപ്പാസിറ്റി വൈസ് 7000 mAh 6500 mAh, ബട്ട് AMOLED ഡിസ്പ്ലേയും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസർ ആയതുകൊണ്ട് കൂടുതൽ നേരം ഇത് നിൽക്കുന്നുണ്ട്. ഇനി ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ ഇത് 44 വാട്ടിലേ ചാർജ് ആവുള്ളൂ, ഇത് 80 വാട്ടിൽ ചാർജ് ആവും. ആൻഡ് AI ഫീച്ചേഴ്സ് കൂടുതലായിട്ട് ഇതിനകത്തുണ്ട്. ഇത് IP65 റേറ്റഡ് ആണ്, ഇത് IP64 റേറ്റഡ് ആണ്. വീഡിയോസിൽ നോർമലി നമ്മൾ എടുക്കുന്ന 1080p ഇതിൽ 60 FPS കിട്ടുന്നുണ്ട്, ഇതിൽ 30 FPS കിട്ടുന്നുള്ളൂ. സോ ഐ തിങ്ക് ഇത്തവണ ഓപ്പോ ശരിക്കും ആ ഒരു വാല്യൂ ഫോർ മണി ഗെയിമിലേക്ക് നല്ലപോലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഒരു നല്ല സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് ഡെഫിനറ്റ്ലി തോന്നുന്നത് ഓപ്പോ K13 ആണ്. നിങ്ങൾക്ക് ഏതാണ് തോന്നിയത് എന്ന് കമന്റിലൂടെ അറിയിക്കുക. എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.